മഹാനായ CM വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിർറുൽ അസീസ് അവിടുത്തെ കുടുംബ പരമ്പരയെക്കുറിച്ച് പഠനം നടത്തുമ്പോൾ നമ്മൾ ചരിത്രത്തിലേക്ക് കടന്നു പോകേണ്ടി വരും. അമ്പിയാക്കളിൽ ഏറെ പേരും ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ മക്കളാണ്. അല്ലാത്ത അമ്പിയാക്കൾ ഇബ്രാഹിം അലൈഹിസ്സലാമിൻ്റെ പിതാമഹന്മാരാണ്. അമ്പിയാക്കളിലും ഔലിയാക്കളിലും സാലിഹീങ്ങളിലും കുടുംബത്തിന് വലിയ പ്രാധാന്യമുള്ളതായി കാണാം. അഖ്താബുൽ അർബ എടുത്തു പരിശോധിച്ചാലും നമുക്ക് ആ ബഹുമാനവും പാരമ്പര്യത്തിൻ്റെ മഹത്വവും വർണ്ണിക്കാൻ കഴിയും. സമയമില്ലാത്തതുകൊണ്ട് കിടക്കുന്നില്ല. മഹാനായ CM വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിർറുൽ അസീസ് അവിടുത്തെ പിതാമഹാന്മാരെടുത്ത് പരിശോധിക്കുമ്പോൾ ധാരാളം ഔലിയാക്കൾ നിറഞ്ഞ ഒരു കുടുംബമായിരുന്നു അത് എന്ന് നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും. മടവൂര് മഹല്ല് ആദ്യത്തെ മക്ബറ ഷെയ്ഖുനയുടേതല്ലല്ലോ. മടവൂർ പള്ളിയുടെ അകത്ത് നമ്മൾ കടന്നാൽ ആ പള്ളിയുടെ ഉള്ളിൽ പ്രത്യേകമായി കെട്ടി ഭദ്രമാക്കി വച്ചിരിക്കുന്ന ചില മക്ബറകൾ കാണാം. പള്ളിയുടെ അകത്തെ പള്ളിയിൽ തന്നെ പ്രത്യേകം പരിഗണിച്ചു വെച്ച മക്ബറ ഷെയ്ഖുനയുടെ ഉപ്പാപ്പമാരുടേതാണ്. അവരെ കാലഘട്ടത്തിൽ അറിയപ്പെട്ട ഔലിയാക്കളാണ്, അവിതർക്കിതമായ മഹാന്മാരാണ്. പിന്നീട് ബഹുമാനപ്പെട്ട ഷെയ്ഖുനയുടെ പ്രിയപ്പെട്ട വാപ്പയിലേക്ക് എത്തുമ്പോൾ ഷെയ്ഖുനായുടെ ഖബർ ഷരീഫിൻ്റെ തൊട്ടു ചേർന്ന് നിൽക്കുന്ന ഉയർന്നു നിൽക്കുന്ന ഖബർ ബഹുമാനപ്പെട്ടവരുടെ പിതാവിൻ്റെതാണ്. മടവൂര് ജീവിച്ചു മടവൂര് വഫാത്തായി പോയ മഹാന്റെ മക്ബറ ഉപ്പാപ്പയുടെ ഹയാത്തുള്ള കാലഘട്ടത്തിൽ തന്നെ ജനങ്ങൾ ബഹുമാനപൂർവ്വം സിയാറത്ത് ചെയ്യുകയും അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി റബ്ബിനോട് ദുആ ചെയ്യാനുള്ള കേന്ദ്രമായി തെരഞ്ഞെടുക്കുകയും ചെയ്തിരുന്നു. മഹാനായ ഷെയ്ഖുന വരുന്ന ആ പരമ്പര ചെന്ന് ചേരുന്നത് നമുക്കൊക്കെ അറിയാവുന്നതുപോലെ ശുഹദാക്കളിലേക്കാണ്. പറമ്പിൽ പള്ളിയിലെ ശുഹദാക്കളിലൂടെ യമനിലൂടെ ബഹുമാനപ്പെട്ട ഹബീബായ തങ്ങളിലേക്ക് എത്തിച്ചേരുന്നൊരു വലിയ പരമ്പര നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശിഷ്യ പരമ്പരയിലൂടെ വരികയാണ്. അഹ്ലു ബൈത്ത് അല്ലെങ്കിലും അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബത്തിലേക്ക് എത്തിച്ചേരുന്ന വലിയൊരു പരമ്പര നമ്മൾ വായിക്കുന്നു. ബഹുമാനപ്പെട്ട CM വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിർറുൽ അസീസ് തങ്ങളുടെ പരമ്പരയിൽ പ്രിയപ്പെട്ട ഉപ്പ മടവൂർ ദീർഘകാലം ദർസ് നടത്തിയ വലിയ മുദരിസാണ്, നല്ല അറിയപ്പെട്ട പണ്ഡിതനാണ്, നല്ല വായിലാണ്, വലിയ പ്രബോധകനാണ് എന്നതിലേറെ ധാരാളം ആത്മീയ വഴികളിലൂടെ ഔന്നിധ്യം നേടിയ, ധാരാളമായി റബ്ബിനെ ഇബാദത്ത് ചെയ്ത് റബ്ബിൻ്റെ സാമീപ്യം നേടിയ പ്രമുഖരായ ഔലിയാക്കളിൽപ്പെട്ട ഒരു മഹാൻ കൂടിയാണ്. അവിടുത്തെ പ്രിയപ്പെട്ട ഉമ്മ അക്കാലഘട്ടത്തിൽ ആളുകൾക്കൊരു വിഷമം വരുമ്പോൾ ആ വിഷമത്തിന് പരിഹാരം തേടി ജനങ്ങൾ ഓടിച്ചെല്ലുകയും ഒരു മന്ത്രം കൊണ്ടോ ഒരു ദുആ കൊണ്ടോ പരിഹാരം കാണുകയും ചെയ്യുക എന്നത് പതിവായ ആ കാലഘട്ടത്തിലെ ജനങ്ങളുടെ അവലംബമായിരുന്നു പ്രിയപ്പെട്ട അവിടുത്തെ ഉമ്മ. അവിടുത്തെ അമ്മാവന്മാരിൽ ധാരാളം സ്വാലിഹീങ്ങളെയും ഔലിയാക്കളെയും നമുക്ക് കണ്ടെത്താൻ വേണ്ടി കഴിയുന്നു. ഞാൻ പറഞ്ഞു വരുന്നത് ധാരാളം ഔലിയാക്കൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു പരമ്പരയിലാണ് ബഹുമാനപ്പെട്ട ഷെയ്ഖുന ജനിക്കുന്നത്. അവിടുത്തെ ജനന ദിവസം ബഹുമാനപ്പെട്ട ഷെയ്ഖ് മുഹ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറുൽ അസീസ് തങ്ങളുടെ ജനനം പരിശുദ്ധമായ റമദാൻ 1-നാണെങ്കിൽ പരിശുദ്ധമായ റബീഉൽ അവ്വൽ 12-നാണല്ലോ ബഹുമാനപ്പെട്ടവർ ജനിക്കുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എത്ര മഹത്വമുള്ളൊരു ദിവസമാണത്. ഹബീബായ തങ്ങൾ ജനിച്ച അതേ ദിവസം ജനിക്കാൻ ഭാഗ്യം ലഭിക്കുക, ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്മരണയിൽ നിറഞ്ഞു നിൽക്കുന്നൊരു ദിവസത്തിൽ അവിടുന്ന് ഈ ലോകത്തേക്ക് വരിക. ആ വരവിന് ഇത്ര പ്രാധാന്യമുണ്ട്, ബഹുമാനമുണ്ട്. തൻ്റെ പ്രിയപ്പെട്ട പിതാവ് ഔലിയാക്കളിൽപ്പെട്ട മഹാനാണ്, വലിയ പണ്ഡിതനാണ്, ധാരാളം തവണ ഹജ്ജ് ചെയ്തിട്ടുണ്ട്. ആ ഹജ്ജ് വേളയിൽ ഒരു തവണ ബഹുമാനപ്പെട്ടവർക്ക് വിവരം ലഭിക്കുകയാണ്, നിങ്ങൾക്ക് ഒരു കുഞ്ഞ് ജനിക്കാൻ പോകുന്നുണ്ട്.
ആ കുഞ്ഞ് ഔലിയാക്കളിൽപ്പെട്ട വളരെ പ്രധാനപ്പെട്ടൊരു മഹാനാണ്. ഞാൻ ചരിത്രത്തിൽ നിന്നത് വായിച്ചപ്പോൾ നേരത്തെ ധരിച്ചത് വിവരമില്ലാത്തതുകൊണ്ട് ബഹുമാനപ്പെട്ട CM വലിയുല്ലാഹി മാത്രമായിരിക്കും ബഹുമാനപ്പെട്ടവരുടെ കുട്ടി എന്നാണ്. സത്യത്തിൽ അങ്ങനെയല്ലല്ലോ. സഹോദരിമാരും സഹോദരന്മാരും ഉൾക്കൊള്ളുന്ന ഒരു കുടുംബത്തിലാണ് ബഹുമാനപ്പെട്ടവർ ജനിച്ചത്. എന്നിട്ടും മറ്റു കുട്ടികൾക്കൊന്നും ലഭിക്കാത്ത ഒരു ബിശാറത്ത് ഈ കുട്ടിയുടെ കാര്യത്തിൽ മാത്രം അള്ളാഹു നൽകുകയാണ്. അവിടുന്ന് നേരെ നാട്ടിലേക്ക് എത്തുന്നു. ഔലിയാക്കൾക്കൊരു സ്വഭാവമുണ്ട്. അവരുടെ എല്ലാം അവരുടെ ഗുരുക്കന്മാരാണ്, അവരുടെ ഷെയ്ഖുമാരാണ്. ബഹുമാനപ്പെട്ട വൈലത്തൂർ പാപ്പ അള്ളാഹു ദറജ വർദ്ധിപ്പിക്കട്ടെ. വൈലത്തൂർ പാപ്പ എപ്പോഴും ഞാൻ കണ്ടുമുട്ടാറുള്ള ഞാൻ ഷെയ്ഖുനയെ മനസ്സിലാക്കിയ എൻ്റെ ഗുരുവര്യരാണ്. മഹാനായ ഷെയ്ഖുനായെ കുറിച്ച് ധാരാളം എനിക്ക് പരിചയപ്പെടുത്തിയതും അവിടുത്തെ വാക്കിലൂടെയാണ്. എന്നോട് ബഹുമാനപ്പെട്ടവർ പറഞ്ഞത്, ബഹുമാനപ്പെട്ടവർ ജീവിതത്തിൽ എപ്പോഴൊക്കെ പുറത്തു പോയിട്ടുണ്ടോ തിരിച്ചു വരുമ്പോൾ ആദ്യം തൻ്റെ വീട്ടിലേക്കല്ല വരിക. നേരെ പോകുന്നത് കരിപ്പൂരിൽ നിന്ന് തൻ്റെ വീട്ടിലേക്ക് വളരെ കുറഞ്ഞ ദൂരമുള്ളെങ്കിലും നേരെ മടവൂരിലേക്ക് വരും. അത് ഷെയ്ഖുനയുടെ ഹയാത്ത് കാലത്തും മടവൂരിലേക്ക് വരും, വഫാത്തിൻ്റെ ശേഷവും മടവൂരിലേക്ക് വരും. അവിടെ നിന്ന് പോയി സമ്മതം വാങ്ങിയും സന്തോഷിപ്പിച്ചും യാറം മൂടിയും മാത്രമേ ബഹുമാനപ്പെട്ടവർ വൈലത്തൂരിലേക്ക് പോകാറുള്ളൂ. ഹജ്ജിന് പോയി യാത്ര കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ സ്വീകരിക്കാൻ ഞാൻ പോയത് എനിക്ക് ഓർമ്മയുണ്ട്. ഷാർ മുബാറക്കുമായി തിരിച്ചു വന്ന രംഗം എൻ്റെ മനസ്സിലുണ്ട്. പലപ്പോഴും ഷെയ്ഖുനയുടെ കൂടെ തന്നെ യാത്ര ചെയ്യാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പോഴൊക്കെയും മടവൂര് വന്നല്ലാതെ വൈലത്തൂർ പാപ്പ വീട്ടിലേക്ക് പോയൊരു സംഭവം കാണാൻ കഴിയുകയില്ല. ഇത് ഔലിയാക്കളുടെ ഒരു പതിവാണ്. ബഹുമാനപ്പെട്ട ഷെയ്ഖുന CM വലിയുല്ലാഹിയുടെ പ്രിയപ്പെട്ട ഉപ്പ ഹജ്ജ് കഴിഞ്ഞ് നാട്ടിലെത്തിയപ്പോൾ നേരെ പോകുന്നത് തൻ്റെ ഷെയ്ഖിൻ്റെ അടുത്തേക്കാണ്. മഹാനായ ജണ്ടാടി അബൂബക്കർ മുസ്ലിയാർ ബഹുമാനപ്പെട്ടവർ ഖാദിരിയത്തിൻ്റെ അറിയപ്പെട്ട ഷെയ്ഖായിരുന്നല്ലോ. ബഹുമാനപ്പെട്ടവർ നേരെ തൻ്റെ ശിഷ്യനായ കുഞ്ഞിമായും കോയ മുസ്ലിയാരെ കണ്ട ഉടനെ ചോദിച്ചൊരു ചോദ്യമുണ്ട്. ഭാര്യ ഗർഭിണിയാണല്ലേ? ഭാര്യ ഗർഭിണിയാണല്ലേ? ഔലിയാക്കളിൽപ്പെട്ടൊരു കുട്ടിക്ക് ജന്മം നൽകാൻ പോകുന്നുണ്ട്, സന്തോഷിച്ചോളൂ എന്ന് കേട്ടിട്ടാണ് ബഹുമാനപ്പെട്ടവർ വീട്ടിലെത്തുന്നത്. വീട്ടിലെത്തുമ്പോഴാണ് ഭാര്യ പറയുന്നത് ഞാൻ ഗർഭിണിയാണ് എന്ന്. ആ ഗർഭിണിയാണ് എന്ന വിവരം കിട്ടി ദിവസങ്ങളും മാസങ്ങളും കഴിഞ്ഞുപോയി. ആ ദീർഘമായ കാലഘട്ടങ്ങൾക്ക് ശേഷം ബഹുമാനപ്പെട്ട ഷെയ്ഖുന ഇതുപോലൊരു സദസ്സിൽ പ്രസംഗിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ പ്രസംഗത്തിനിടക്ക് ആളുകൾ അത്ര പരിഗണിക്കാൻ സാധ്യതയില്ലാത്ത വസ്ത്രങ്ങൾ ധരിച്ച ഒരു ചെറിയ മനുഷ്യൻ മെല്ലെ സദസ്സിലേക്ക് കയറി വന്നു. ഔലിയാക്കൾക്ക് ഔലിയാക്കളെ അറിയാൻ കഴിയൂ എന്ന് മഹാന്മാര് പഠിപ്പിച്ചിട്ടുണ്ട്. ലാ യഅരിഫുൽ വലിയ ഇല്ലൽ വലിയ, വലിയനു മാത്രമേ വലിയനെ തിരിച്ചറിയാൻ കഴിയുകയുള്ളൂ. അവരെ മനസ്സിലാക്കേണ്ടത് അവരുടെ വേഷം കൊണ്ടോ അവരുടെ രൂപം കൊണ്ടോ അവരുടെ ഭാഷ കൊണ്ടോ അവരുടെ ശൈലി കൊണ്ടോ അല്ല. ബഹുമാനപ്പെട്ട അഷേഖ് അഹ്മദുൽ കബീർ ദിഫാഇ തങ്ങളെ ആത്മീയമായി വഴി നടത്തിയ ബഹുമാനപ്പെട്ട ഇബ്രാഹിമുൽ ഖന്ദൂസി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസിനെ കുറിച്ച് പരിചയപ്പെടുത്തുന്നത് ആളുകൾ ഒട്ടും ശ്രദ്ധിക്കാത്ത പരിഗണിക്കാത്ത രൂപഭാവങ്ങളോടെ നടക്കുന്ന ആളായിട്ടാണ്. അതേസമയത്ത് അഷേഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് തങ്ങളെ പരിചയപ്പെടുത്തുന്നതോ ഏറ്റവും പ്രൗഢമായ വസ്ത്രം ധരിച്ച് നല്ല പ്രൗഢമായ വഅ്ള് പറഞ്ഞ് നല്ല ദർസ് നടത്തി നല്ല ഇസ്സത്തുള്ളൊരു ആലിമിൻ്റെ രൂപത്തിലാണ്. ഇത് രണ്ടും ഔലിയാക്കളുടെ വ്യത്യസ്തങ്ങളായ റോളുകളാണ്, ശൈലികളാണ്. ആ മഹാനവർകൾ പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ സദസ്സിൽ നിന്ന് അത്ര ആളുകൾ ശ്രദ്ധിക്കാൻ സാധ്യതയില്ലാത്ത വസ്ത്രധാരണയുള്ള ഒരു മനുഷ്യൻ കയറി വന്നു. ഷെയ്ഖുനായുടെ ഉപ്പയുടെ കാതിൽ എന്തോ മന്ത്രിച്ച് തിരിച്ചുപോയി. ഷെയ്ഖുനയുടെ ഉപ്പ വഅ്ള് കഴിഞ്ഞു, ദുആം കഴിഞ്ഞു, നേരെ വീട്ടിലേക്ക് പോയില്ല. എന്തേ കാരണം? ആ വന്ന മഹാൻ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ ഒരു വലിയൻ്റെ പിതാവായി മാറിയിരിക്കുന്നു എന്നാണ്. ഒരു വലിയൻ്റെ പിതാവായി മാറിയിരിക്കുന്നു എന്ന വിവരം കിട്ടിയപ്പോൾ ബഹുമാനപ്പെട്ടവർ തന്നെ നേരെ ഓടുന്നത് തൻ്റെ ഷെയ്ഖിൻ്റെ അടുത്തേക്കാണ്. എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ എൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതും നിയന്ത്രിക്കേണ്ടതും എൻ്റെ കാര്യങ്ങളിൽ ഇടപെടേണ്ടതും തീരുമാനിക്കേണ്ടതും എൻ്റെ ഷെയ്ഖാണ്. ഞാനൊരു പാവ മാത്രമാണ് എൻ്റെ ഷെയ്ഖിൻ്റെ മുന്നിൽ എന്നിടത്താണ് ഔലിയാക്കൾ ഉണ്ടാവുക.
ബഹുമാനപ്പെട്ടവർ നേരെ ചെന്ന ഉടനെ പറഞ്ഞു, കുട്ടി ജനിച്ചിട്ടുണ്ടല്ലേ, അവർക്ക് എൻ്റെ പേര് നൽകാം, മുഹമ്മദ് അബൂബക്കർ. അങ്ങനെയാണ് ബഹുമാനപ്പെട്ട CM വലിയുല്ലാഹിക്ക് പേര് വെക്കുന്നത് ഞണ്ടാടി അബൂബക്കർ മുസ്ലിയാർ. തൻ്റെ ഷെയ്ഖിൻ്റെ പേരാണ് നേരിട്ട് ബഹുമാനപ്പെട്ടവർക്ക് വേണ്ടി നിൽക്കുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ആ കുട്ടി എത്ര ബറക്കത്തുള്ള കുട്ടിയായിരിക്കും. മക്കയിൽ നിന്ന് അതാ സന്തോഷ വാർത്ത ലഭിക്കുന്നു. പ്രസംഗിച്ചു കൊണ്ടിരിക്കെ ഒരു വലിയ വന്ന് വിവരം പറയുന്നു. മാതാപിതാക്കൾ കുടുംബ പരമ്പരയിൽ ധാരാളം ഔലിയാക്കൾ നിറഞ്ഞു നിൽക്കുന്നു. പരിശുദ്ധ റബീഉൽ അവ്വൽ 12-ന് ജന്മമെടുക്കുന്നു. ആ കുഞ്ഞിനെ അക്കാലഘട്ടത്തിൽ അവിതർക്കിതമായ വലി എന്ന് ലോകം അംഗീകരിച്ച ബഹുമാനപ്പെട്ട ഞണ്ടാടി അബൂബക്കർ മുസ്ലിയാർ ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് മഹാനവർകൾ പേര് നൽകുന്നു. അല്ലാഹുവേ, ഞാൻ പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ സൂഉൽ അദബുകൾ വരുന്നോ എനിക്കറിഞ്ഞുകൂടാ. മഹാനായ വലിയുല്ലാഹി CM ഒരു പാപ്പയെക്കുറിച്ച് പറയാനുള്ള ഒരു വിവരവും എൻ്റെ കയ്യിലില്ല എന്ന് എനിക്ക് നല്ലതുപോലെ നിന്നെപ്പോലെ അറിവുണ്ട് റബ്ബേ. ഞാൻ ഈ പറയുന്നതിൽ അഭാഗങ്ങൾ വന്നു പോയാൽ അവിടുത്തെ സ്നേഹം കൊണ്ട് എനിക്ക് മാപ്പ് ചെയ്തു തരണമെന്ന് വളരെ ബഹുമാനപൂർവ്വം മുന്നിൽ അപേക്ഷിച്ചുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത്. ഔലിയാക്കളെ കുറിച്ച് സംസാരിക്കുമ്പോൾ 100 വട്ടം നമ്മൾ ആലോചിക്കണം. അദബുകേട് വന്നു പോകുന്നത് വല്ലാതെ പേടിക്കണം. അല്ലാത്തൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ആർക്കും എന്തും ചെയ്യാൻ സാധിക്കുന്ന സ്വാതന്ത്ര്യമുള്ള ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. എന്തും പറയാൻ മടിയില്ലാത്തൊരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. അറിവുകേട് കൊണ്ട് നമ്മിൽ നിന്ന് വല്ലതും വരാതിരിക്കാൻ പരമാവധി നാം ക്ഷമിക്കുക. ബാക്കി അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവൻ്റെ കരുണ കൊണ്ട് നമുക്ക് കാവൽ നൽകുമാറാവട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ബഹുമാനപ്പെട്ട CM വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് അവിടുന്ന് ചെറിയ കുട്ടിയാകുമ്പോൾ തന്നെ പ്രത്യേക അദബോടെയാണ് ജീവിക്കുന്നത്. സാധാരണ കുട്ടികളിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് അവിടുത്തെ ജീവിതം വരുന്നത്. ഷെയ്ഖ് മുഹ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് തങ്ങളുടെ ജീവിതത്തിൽ കാണുന്നത് പോലെ, അഹ്മദുൽ കബീർ റിഫായി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് തങ്ങളിൽ കാണുന്നത് പോലെ, ലോകപ്രശസ്തരായ ഔലിയാക്കളിൽ ധാരാളമായി ഉപമങ്ങൾ കാണുന്നത് പോലെ മഹാനവകളും പ്രത്യേകമായ രൂപത്തിൽ ജീവിക്കുകയാണ്. ആ കാലഘട്ടത്തിലെ ജനങ്ങൾ മുഴുവനും വളരെ ബഹുമാനപൂർവ്വം ആദരപൂർവ്വമാണ് ആ കുട്ടിയെ കാണുന്നത്. കാരണം അവിടുത്തെ ഉമ്മ വലിയത്താണ്, അവിടുത്തെ വാപ്പ വലിയാണ്, അവിടുത്തെ ഉപ്പാപ്പമാർ ഔലിയാക്കളാണ്, അവിടുത്തെ അമ്മാവന്മാർ ഔലിയാക്കളാണ്. ആ കുടുംബ പരമ്പര മുഴുവനും ഔലിയാക്കളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു കുടുംബത്തിൽ ജനിക്കുന്ന പ്രത്യേകമായൊരു കുഞ്ഞ്. ആ കുഞ്ഞിനെല്ലാവരും എല്ലാ ആദരവും നൽകി വളർത്താനുള്ള കാരണം ആ കുടുംബ പശ്ചാത്തലം മാത്രം മതി. പക്ഷേ ജീവിത കാലഘട്ടത്തിൽ തമ്മീസായ ശേഷം അറിഞ്ഞുകൊണ്ട് ഒരു കറാഹത്തും ചെയ്യാതെ ജീവിക്കുന്ന ഒരു കുട്ടിയാണ് ബഹുമാനപ്പെട്ട CM വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് എന്ന് പറയുന്നത്. സഹപാഠികളാണ്, കൂടെ കിടന്നവർ, 24 മണിക്കൂറും ഒരു പായയിൽ ഒരുമിച്ചിരുന്ന് ഒരുമിച്ചുണ്ട് ജീവിച്ചവർ പറയുകയാണ്, അവിടുത്തെ ജീവിത കാലഘട്ടത്തിൽ ഓർമ്മ വെച്ച നാൾ മുതൽ അറിഞ്ഞുകൊണ്ടൊരു കറാഹത്ത് സംഭവിച്ചിട്ടില്ല. എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, താഹിർ എങ്ങനെയാണ് അവിടുത്തെ പേര് പറയുക? ഒരു ഹറാമ് സംഭവിച്ചില്ല എന്നല്ല ഈ പറയുന്നത്, ഒരു കറാഹത്ത് ബോധപൂർവം സംഭവിച്ചിട്ടില്ല എന്ന് പറയാൻ സാധിക്കും വിധം പരിശുദ്ധമായൊരു ജീവിതം. ആ ജീവിതം നയിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കുട്ടിയെക്കുറിച്ച് ആ നാട്ടുകാരെത്ര അദബോടെയും ബഹുമാനത്തോടെയുമാണ് കാണുക. അവിടുത്തെ പ്രിയപ്പെട്ട ഉമ്മയിൽ നിന്നാണ് ആദ്യത്തെ വിദ്യാഭ്യാസം. ധാരാളം ഹൈറാത്തുകൾ ആ ഉമ്മയിൽ നിന്ന് മനസ്സിലാക്കി അദബുകൾ പഠിച്ച ആ കുട്ടി വളരുകയാണ്. തൻ്റെ പ്രിയപ്പെട്ട വാപ്പയിലേക്ക് എത്തിയ ആ ഗുരുകുലം, വാപ്പയിൽ നിന്ന് ധാരാളം അറിവുകൾ നേടി. ഏറെ കഴിയാതെ ബഹുമാനപ്പെട്ട മലയമ്മ ഉസ്താദിലേക്ക് മാറി. ഔലിയാക്കളിൽപ്പെട്ട മഹാൻ എന്ന തർക്കമില്ലാത്ത ഒരു വലിയ പണ്ഡിതനായിരുന്നു ബഹുമാനപ്പെട്ട മലയമ്മ ഉസ്താദ്. ധാരാളം കറാമത്തുകളുള്ള വലിയ മഹാൻ. ബഹുമാനപ്പെട്ടവർ ധാരാളം ഹൈറായ കാര്യങ്ങൾ അവിടത്തേക്ക് സമ്മാനിച്ചു. നമ്മുടെ തൊട്ടടുത്തുള്ള ഇമ്പിച്ചാൽ ഉസ്താദ്, അല്ലാഹു ദറജ വർദ്ധിപ്പിക്കട്ടെ, നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തേണ്ടതില്ലല്ലോ, മർക്കത്തു തക്കാഫത്തി സുന്നിയായിൽ ഷെയ്ഖുനയുടെയും ഉസ്താദാണ് ഇമ്പിച്ചാൽ ഉസ്താദ്. AP ഉസ്താദ്, അല്ലാഹു ദറജ വർദ്ധിപ്പിക്കട്ടെ, സുൽത്താനുൽ ഉലമയുടെ ഉസ്താദാണ്. എന്നിട്ടും അവിടെ നിന്ന് രാവിലെ മർക്കസിലേക്ക് വരുന്നതും പോകുന്നതും കാറിലല്ല. എന്തുകൊണ്ടായിരിക്കും ഷെയ്ഖുന അങ്ങനെ ഒരു കാറ് വാങ്ങിക്കൊടുക്കാതിരിക്കുന്നത് എന്ന് ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്. അവിടെ നിന്ന് സമ്മതിക്കാത്തത് കൊണ്ടായിരുന്നു.
രാവിലെ എണീറ്റൊരു കൊടയും പിടിച്ച് മർക്കസിലേക്കും മർക്കസിൽ തിരിച്ചും നടന്നു വരുന്ന, തിരിച്ച് വീട്ടിലെത്തിയാൽ ഒരു സമയം പോലും നഷ്ടപ്പെടുത്താതെ അള്ളാഹുവിൻ്റെ ഒരു അടിമയായി പൂർണ്ണമായും വിധേയപ്പെട്ട് ജീവിക്കുന്ന, ഒരനാവശ്യവും ജീവിതത്തിൽ പറഞ്ഞിട്ടില്ലാത്ത, ഒരു സെക്കൻഡും നഷ്ടപ്പെട്ടിട്ടില്ലാത്ത, റബ്ബിനെ പൂർണ്ണമായും വഴിപ്പെട്ട് ജീവിക്കുന്നതിനപ്പുറത്ത് ഭൗതികമായ യാതൊരു താല്പര്യവും അറിഞ്ഞുകൂടാത്ത മഹാനായ ഇമ്പിച്ചാൽ ഉസ്താദിൻ്റെ മുന്നിൽ ഞാനും 2 വർഷം ഇരുന്ന ബറക്കത്ത് കയ്യിലുണ്ടല്ലോ. അള്ളാഹു അവിടുത്തെ ദറജ വർദ്ധിപ്പിക്കട്ടെ. ബഹുമാനപ്പെട്ടവർ മോഗം അവറാൻകുട്ടി ഉസ്താദിൻ്റെ അടുത്തേക്ക് പോകുന്നുണ്ട്. പിന്നീട് മോങ്ങം അവറാൻകുട്ടി മുസ്ലിയാർ ഷെയ്ഖുനയുടെ ഉസ്താദാണെന്ന് കേട്ടപ്പോൾ ഞാൻ മോങ്ങത്ത് മുഴുവനും പരിനോക്കി. അങ്ങനെ ഒരു ആലിമുണ്ടോ? എവിടെയും കാണാനില്ല. എനിക്ക് വല്ലാത്തൊരു വിഷമായി. എന്തുകൊണ്ട് അദ്ദേഹത്തെക്കുറിച്ച് ആർക്കും അറിയുന്നില്ല? കാലമേറെ വൈകിയില്ലല്ലോ. അങ്ങനെ ഇരിക്കെ കഴിഞ്ഞ തവണ ചെറുപുത്തൂരിൽ മടവൂർ പാപ്പയുടെ ഒരു ഉറൂസിന് വേണ്ടി പോയി. പാപ്പയുടെ ഉറൂസിന് ചെന്ന് വഅ്ള് പറയുന്ന കൂട്ടത്തിൽ ഞാനിങ്ങനെ ഒരു അവറാൻകുട്ടി മുസ്ലിയാരെ കുറിച്ച് പറഞ്ഞു. അപ്പോഴാണ് ചെറുപുത്തൂരുകാർ പറയുന്നത് അവിടുത്തെ ഖബർ ഷെരീഫ് ഇവിടെയുണ്ട്. ഞാൻ വഅ്ള് കഴിഞ്ഞ് ചെന്ന് നോക്കുമ്പോൾ വലിയ ബോർഡ് വെച്ച നല്ല സിയാറത്ത് നടക്കുന്ന നല്ല ഒരു മഖ്ബറയാണത്. ചെറുപുത്തൂർ പള്ളിയുടെ ചാരത്താണ് ആ മഖ്ബറയുള്ളത്. ഞാൻ അന്വേഷിച്ചു ഇദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്താണ്. അവർ പറഞ്ഞു ദുആ ചെയ്താൽ ഉടനെ ഉത്തരം കിട്ടാറുള്ള മഹാനാണ്. എപ്പോഴും ദുആ ചെയ്താൽ ഉടനെ ഉത്തരം കിട്ടും. ആളുകൾ ഏതു പ്രയാസമുണ്ടെങ്കിലും ഓടി വരാറുള്ളത് ഈ മുറ്റത്തേക്കാണ്. ഞാൻ പറഞ്ഞു വരുന്നത് ഔലിയാക്കളുടെ കീഴിലാണ് ബഹുമാനപ്പെട്ട ഷെയ്ഖുന ഇൽമു പഠിക്കുന്നത്. ധാരാളം ആലിമീങ്ങൾ ഇൽമു പഠിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ശംസുൽ ഉലമയിൽ നിന്ന് ഇൽമു പഠിച്ചിട്ടുണ്ട്. ധാരാളം ആലിമീങ്ങളിൽ നിന്ന് ഇൽമു പഠിച്ചിട്ടുണ്ട് ബഹുമാനപ്പെട്ടവർ. അവിടുന്ന് പിറ്റേ ബഹുമാനപ്പെട്ടവർ നേരെ ബാഖിയാത്തു സ്വാലിഹാത്തിലേക്കാണ് പോകുന്നത്. ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, ബഹുമാനപ്പെട്ട ഷെയ്ഖുന ഇൽമു പഠിച്ചത് താഹിർ സഖാഫി ഇൽമു പഠിച്ചതുപോലെ അല്ല. ഞാൻ ഇൽമു പഠിച്ചത് എൻ്റെ തലയിൽ നിൽക്കണമെങ്കിൽ ഒരു സബക്ക് 10, 12, 15 ഒക്കെ തവണ ആവർത്തിച്ചു ചെല്ലണം. എന്നാൽ തന്നെയും നമ്മൾ കുറച്ച് കഴിയുമ്പോൾ ആ ബെയ്ത്തുകളൊക്കെ മറന്നുപോകും. എന്നാൽ ഷെയ്ഖുന അങ്ങനെ അല്ല. ഷെയ്ഖുന സബക്കിൽ വന്നിരുന്നാൽ ശ്രദ്ധിച്ചു കേൾക്കും. ഒരൊറ്റ തവണ അത് കേട്ടാൽ മതി, പിന്നീട് അങ്ങോട്ടൊന്നും കേൾക്കേണ്ടി വരികയില്ല. ബഹുമാനപ്പെട്ടവർ അതോടുകൂടി മനസ്സിൽ അത് പതിഞ്ഞു നിൽക്കുകയാണ്. ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രത്തിൽ ഇങ്ങനെ കാണാം. മഹാനവർകൾ ഒരു തവണ കേട്ടുകഴിഞ്ഞാൽ പിന്നെ മറക്കുന്ന പ്രശ്നമുണ്ടായിരുന്നില്ല. ബഹുമാനപ്പെട്ട ആമയൂർ ഉസ്താദിൻ്റെ ചരിത്രത്തിൽ വായിച്ചിട്ടുണ്ട് ഞാൻ. അവിടുന്ന് സങ്കടം പറയാറുണ്ടായിരുന്നു. എന്തു കേട്ടാലും മനസ്സിൽ നിന്ന് പോകാതിരിക്കുക എന്നതൊരു പ്രയാസമാണ്. റോഡിലൂടെയൊക്കെ നടന്നു പോകുമ്പോൾ എവിടെന്നെങ്കിലുമൊക്കെ വേണ്ടാത്ത ചില പാട്ടുകളൊക്കെ കേട്ടു എന്ന് സങ്കല്പിക്കുക. അതങ്ങനെ തന്നെ മനസ്സിലുണ്ടാകും, പോയി കിട്ടുന്നില്ല. അതൊന്ന് പോയി കിട്ടാൻ വേണ്ടി റബ്ബിനോട് ദുആ ചെയ്ത സംഭവം ആമയൂർ ഉസ്താദിൻ്റെ ചരിത്രത്തിൽ കാണാം. അല്ലാഹു ദറജ വർദ്ധിപ്പിക്കട്ടെ. ഞാൻ പറയുന്നത് ബഹുമാനപ്പെട്ട ഷെയ്ഖുനയുടെ സ്വഭാവം ഒരൊറ്റ തവണ അങ്ങ് കേട്ടാൽ പിന്നെ മനസ്സിൽ നിന്നത് മായുകയില്ല. പക്ഷേ ഷെയ്ഖുന പഠിക്കുന്നത് അടുത്ത തവണ ജാമിയത്തുൽ ഹിന്ദിൻ്റെ പരീക്ഷയിൽ പാസ്സാവാനല്ല, എനിക്ക് അടുത്ത തവണ കോളേജിലേക്ക് പോവാനല്ല, ഉസ്താദിന് ചൊല്ലിക്കൊടുക്കാനുമല്ല. കാരണം ഉസ്താദുമാരങ്ങനെ ചൊല്ലിക്കൊടുക്കാൻ വേണ്ടി അവിടത്തോട് ആവശ്യപ്പെടുന്ന പതിവുമില്ല. ഒരു തവണ ബഹുമാനപ്പെട്ട EK ഹസൻ മുസ്ലിയാർ ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് തൻ്റെ സഹപാഠിയാണ്. ബഹുമാനപ്പെട്ട ഒരു പരാതി പറഞ്ഞു തൻ്റെ ഉസ്താദിനോട്. അദ്ദേഹം വീണ്ടും ഒരു തവണ പോലും കിതാബ് നോക്കുന്നില്ല എന്ന്. ഉടനെ ബഹുമാനപ്പെട്ടവരോട് പറഞ്ഞു, നാളെ വാ. കൊണ്ടുവന്നിരുത്തി തിരിച്ചും മറിച്ചും വലങ്ങും തെലങ്ങും ചോദിച്ചു. എല്ലാറ്റിനും കൃത്യമായി മറുപടി പറഞ്ഞ് ഹസൻ, നിങ്ങളെ ജോലി നോക്കിയാൽ മതി, ഇദ്ദേഹത്തെക്കുറിച്ച് ആലോചിക്കരുത് എന്ന് ബഹുമാനപ്പെട്ട ഷെയ്ഖു പറഞ്ഞതായി ചരിത്രത്തിൽ വായിച്ചിട്ടുണ്ട്. ഞാനിവിടെ പറയുന്നത് ഒരു തവണ ബഹുമാനപ്പെട്ടവർ വായിക്കുന്നത് പഠിക്കുന്നത് തനിക്ക് പരീക്ഷയിൽ പാസ്സാകാനല്ല, മറിച്ച് എൻ്റെ ജീവിതത്തിൽ അതുണ്ടാവാനാണ്. അതുകൊണ്ട് സകല സുന്നത്തുകളും ചെറുപ്രായം മുതൽ തന്നെ ബഹുമാനപ്പെട്ടവർ ചെയ്തു വരും. ഒരു ഹദീസിൽ നിന്നൊരു സുന്നത്ത് കണ്ടാൽ ആ സുന്നത്ത് ജീവിതത്തിൽ ഉണ്ട് എന്ന് ഉറപ്പ് വരുത്തിയിട്ടാണ് അടുത്ത സബക്കിലേക്ക് കടക്കുക. തൻ്റെ പ്രിയപ്പെട്ട മൂത്തമ്മയുടെ മകൾ അവരൊരുമിച്ചാണ് സ്കൂളിലേക്ക് പോകാറുള്ളത്. സ്കൂള് വിട്ട് തിരിച്ചു വരുമ്പോൾ മടവൂർ പള്ളിയുടെ മുന്നിലെത്തിയാൽ മൂത്തമ്മയുടെ മകൾ അവിടെ നിൽക്കും. ബഹുമാനപ്പെട്ടവർ അവിടെ കുളത്തിലിറങ്ങി ഒളൂ ചെയ്യും. ഒളൂ ചെയ്യുമ്പോൾ എല്ലാ സുന്നത്തുകളും ശ്രദ്ധിച്ചുകൊണ്ടാണ് ഒളൂ ചെയ്യുക. നേരെ കയറി ളുഹറിൻ്റെ മുമ്പുള്ള 4 റക്അത്ത് റവാത്തിബ് എല്ലാ സുന്നത്തുകളോടെ നിസ്കരിക്കും. അത് കഴിഞ്ഞ് ഫർള് നിസ്കരിക്കും. അത് കഴിഞ്ഞ് എല്ലാ ദിക്റും ചൊല്ലും.
എന്നിട്ട് 4 റക്അത്ത് റവാത്തിബും കഴിഞ്ഞിട്ടാണ് തിരിച്ചു വരിക. അതുവരെ മൂത്തമ്മയുടെ മകൾ അവിടെ തന്നെ കാത്തു നിൽക്കും. ആ ചെറിയ 2 കുട്ടികൾ സ്കൂളിൽ പഠിക്കുന്ന ചെറിയ പ്രായത്തിൽ പിന്നെയാണ് വീട്ടിൽ പോയി ഭക്ഷണം കഴിക്കുന്നത്. അക്കാലഘട്ടത്തിൽ തന്നെ ഒരു ചെറിയ സുന്നത്ത് നഷ്ടപ്പെടാതിരിക്കാൻ ശൈഖുന പ്രത്യേകമായി ശ്രദ്ധിക്കുമായിരുന്നു. അവിടുത്തെ ജീവിതം പരമ പരിശുദ്ധമായിരുന്നു. അവിടുത്തെ ഉസ്താദുമാരും അവിടുത്തെ അവരുടെ സഹപാഠികളും ആ കാലഘട്ടത്തിൽ ആ നാട്ടിലും പള്ളിയിലും ഉണ്ടായിരുന്ന കമ്മിറ്റി അംഗങ്ങളും മുഅദ്ദിനുകളുമൊക്കെ അത് സാക്ഷ്യപ്പെടുത്തി വെച്ചതാണ്. അങ്ങനെ വിശുദ്ധമായൊരു ജീവിതം, ധാരാളം ഇൽമുകൾ ഓതിപ്പടിച്ച ഹൃദയം, ആ ഹൃദയവുമായി ബഹുമാനപ്പെട്ടവർ ഓതിപ്പടിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ പ്രത്യേകമായൊരു സ്വഭാവമുണ്ട്. സമയം സബുക്കൊക്കെ കഴിഞ്ഞാൽ ബഹുമാനപ്പെട്ടവർ മെല്ലെ ഇറങ്ങും. തൊട്ടടുത്ത് കിട്ടുന്ന ഏതെങ്കിലും ഹയാത്തുള്ളവരോ വഫാത്തായി പോയവരോ ആയ ഔലിയാക്കളുടെ മക്ബറയിലോ അവരുടെ സാന്നിധ്യത്തിലോ എത്തും. ഇതൊരു പതിവാണ് ബഹുമാനപ്പെട്ടവരുടെ ജീവിതത്തിൽ. മുജാലസാത്തു സ്വാലിഹീനൽ കുമ്മല, സമ്പൂർണരായ ഔലിയാക്കളുമായുള്ള സാന്നിധ്യം കൊണ്ടല്ലാതെ ഒരു മനുഷ്യന്റെ ഹൃദയത്തെ ശുചീകരിച്ചെടുക്കാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് ഹയാത്തുള്ളവരും വഫാത്തായവരുമായ ഔലിയാക്കളെ മുഴുവൻ തേടി നടക്കും. കിട്ടാവുന്ന അത്രയും ഔലിയാക്കളുടെ സാമീപ്യം കരസ്ഥമാക്കും. അവരിൽ നിന്നൊക്കെ ആത്മീയമായ ഉപദേശങ്ങൾ സ്വീകരിക്കും. അവരിൽ നിന്നൊക്കെ ധാരാളം ഇജാത്തുകൾ സ്വീകരിക്കും. രാവും പകലും ഇരുന്നുകൊണ്ട് അത് മുഴുവനും ചൊല്ലിത്തീർത്തുകൊണ്ടിരിക്കും. അങ്ങനെ ഒരു പതിവായിരുന്ന മഹാനായ ശൈഖുന നേരെ ബാഖിയാത്തു സ്വാലിഹാത്തിലെത്തി. ബാഖിയാത്തു സ്വാലിഹാത്തിലെത്തിയപ്പോൾ അവിടെ നിന്ന് ധാരാളം ഗുരുവര്യന്മാർ, ആ പണ്ഡിതന്മാർ ബഹുമാനപ്പെട്ടവരെ പ്രത്യേകം ശ്രദ്ധിച്ചു. ബഹുമാനപ്പെട്ട ആദം ഹസരത്തിനെ പോലെയുള്ള, അബ്ദുറഹീം ഹസരത്തിനെ പോലെയുള്ള ധാരാളം പ്രഗത്ഭരായ ഔലിയാക്കളായ ഗുരുവര്യന്മാർ അവർ ബഹുമാനപ്പെട്ടവരും മറ്റു വിദ്യാർത്ഥികളിൽ നിന്ന് വ്യത്യസ്തമായി പരിഗണിക്കുകയും അവരെ കൊണ്ട് ദുആ ചെയ്യിപ്പിക്കുകയും ആ കാലഘട്ടത്തിൽ തന്നെ അവരിൽ നിന്ന് സംശയം തീർക്കുകയും ചെയ്യുമായിരുന്നു. ബാഖിയാത്തു സ്വാലിഹാത്തിൽ നിന്ന് ഏറ്റവും നല്ല മാർക്ക് വാങ്ങിയാണ് ബഹുമാനപ്പെട്ടവർ തിരിച്ചു വരുന്നത്. നേരെ നാട്ടിൽ തിരിച്ചെത്തിയപ്പോൾ ബഹുമാനപ്പെട്ടവൻ ആദ്യം മങ്ങാട് ദർസ് നടത്തി എന്നാണ് എൻ്റെ ഓർമ്മ, അല്ലെങ്കിൽ മറ്റൊരിടത്ത് ദർസ് നടത്തി. തൊട്ടടുത്ത വർഷമാണ് തൻ്റെ നാടായ മടവൂരിലേക്ക് ബഹുമാനപ്പെട്ടവരുടെ ദർസ് മാറുന്നത്. ആ ദർസിൽ 120 കുട്ടികളുണ്ടായിരുന്നു. ആ 120 പ്രഗത്ഭരായ പണ്ഡിതന്മാർക്ക് ബഹുമാനപ്പെട്ടവരുടെ ദർസ് ആരംഭിച്ചു. ധാരാളം ഔലിയാക്കൾക്ക് ജന്മം നൽകി. സയ്യിദ് അലി ബാഫഖീഹ് തങ്ങൾ ആ കൂട്ടത്തിൽ പെട്ടിരുന്നു എന്ന് നമുക്ക് വായിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ധാരാളം സ്വാലിഹീങ്ങളായ ആളുകൾക്ക് ജന്മം നൽകിയാണ് ബഹുമാനപ്പെട്ടവരുടെ ദർസ്. ആ ദർസ് രാവിലെ ആരംഭിച്ചാൽ രാത്രി 10 മണിക്കും ദർസുണ്ടായിരിക്കും. രാത്രി 10 മണിക്ക് ശേഷം 2ാം ദർസ് നടത്തിയിട്ട് ബഹുമാനപ്പെട്ടവർ പിന്നെ മുത്താലാക്കിയിരിക്കും. അതും കഴിഞ്ഞിട്ടാണ് ബഹുമാനപ്പെട്ടവർ സിയാറത്തിന് വേണ്ടി പുറപ്പെടുക. തൻ്റെ പ്രിയപ്പെട്ട ഒരു ശിഷ്യൻ പറയുന്നൊരു വാക്കുണ്ട്, എപ്പോഴാണ് ശൈഖുന ഉറങ്ങാറുള്ളത് എന്ന് ഞങ്ങൾ ശിഷ്യന്മാർ അദ്ദേഹത്തിൻ്റെ അടുത്ത് ഓതിപ്പടിക്കുന്ന കാലഘട്ടത്തിൽ കാണാൻ വേണ്ടി 14 ദിവസം ഇടതടവില്ലാതെ ഞാൻ കാത്തിരുന്നിട്ടുണ്ട്. ഒരാൾ ഉറങ്ങുമ്പോൾ അടുത്ത ആൾ കാത്തിരിക്കും, അയാൾ ഉറങ്ങുമ്പോൾ അടുത്ത ആൾ കാത്തിരിക്കും, ശൈഖുന എപ്പോഴാണ് ഉറങ്ങുന്നത് എന്ന് കാണാൻ. പക്ഷേ ഈ ദിവസങ്ങൾക്കിടയിൽ ശൈഖുന ഉറങ്ങിയ ഒരു സംഭവമേ ഞങ്ങൾ കണ്ടിട്ടില്ല. ഓതിപ്പടിക്കുന്ന കാലഘട്ടത്തിലും ദർസ് നടത്തിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലും ഇന്ന് ഈ പേരിൽ അറിയപ്പെടുന്നതിൻ്റെ മുമ്പുള്ള ചരിത്രമാണ് ഞാൻ പറയുന്നത്. ജീവിതം കൊണ്ട് അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്തിയ മഹാനാണ് ബഹുമാനപ്പെട്ട CM വലിയുല്ലാഹി. ഒരു സുപ്രഭാതത്തിൽ അഹ്മാനവർകൾക്ക് ഈ വലിയ മഹത്വം ലഭിച്ചതല്ല. മദാല അബ്ദി ബിന്നവാഫിലി യഖ്റുബു ഹത്താ അകൂന ലഹു യദം വൽ അർജുല. എൻ്റെ അടിമ ഫർദായ അമലുകൾ ചെയ്ത്, സുന്നത്തായ അമലുകൾ ചെയ്ത്, സുന്നത്തുകൾ വർദ്ധിപ്പിച്ച്, സുന്നത്തുകൾ പതിവാക്കി, സുന്നത്തായ അമലുകളിൽ ഇങ്ങനെ മുഴുകുമ്പോൾ ഞാൻ അവനെ ഇഷ്ടപ്പെടും. അവൻ ഇഷ്ടപ്പെട്ടാൽ എനിക്ക് എന്തൊക്കെ അവന് വേണമോ അത് മുഴുവനും ഞാൻ അവനെ കൊടുക്കും. സംസാരിക്കുന്ന കൈ ഞാനാവും, പിടിക്കുന്ന കൈ ഞാനാവും, നടക്കുന്ന കാല് ഞാനാവും. ഇപ്പറഞ്ഞതിൻ്റെ അർത്ഥം അള്ളാഹു ലോകത്തുള്ള മുഴുവൻ ഔലിയാക്കളിൽ നാവിൽ വന്നിരിക്കുമെന്നല്ല എന്ന് നമുക്കൊക്കെ അറിയാം. അള്ളാഹു പ്രത്യേകമായ കഴിവ് കൊടുക്കും. ഈ കഴിവ് ലഭിക്കുന്നത് ബഹുമാനപ്പെട്ടവരുടെ ഇബാദത്തിൻ്റെയും ഇൽമിൻ്റെയും ഫലമായിരുന്നു. അതോടൊപ്പം ഔലിയാക്കളുടെ മുസാഹബത്തിൻ്റെ ഫലമായിരുന്നു.
ധാരാളം ഔലിയാക്കൾ, അഹിയാവും അമ്പാത്തുമായ ഔലിയാക്കൾ ബഹുമാനപ്പെട്ടവർക്ക് ശിഷ്യത്വം സ്വീകരിക്കാൻ കഴിഞ്ഞു. മഹാനവറുകൾ ഭംഗിയായി ദർസ് നടത്തിക്കൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് ബഹുമാനപ്പെട്ടവർ ഹജ്ജിന് പോയി അവിടുന്ന് പരിശുദ്ധമായ റൗള ഷരീഫിലെത്തിയപ്പോൾ ആ റൗള ഷരീഫിൽ ബഹുമാനപ്പെട്ടവർ ഹബീബായ തങ്ങളിൽ ഇങ്ങനെ ലയിച്ചു കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്നാണ് അവിടുത്തെ നെഞ്ചകത്തേക്കൊരു പ്രകാശം വന്നടിയുന്നത്. അതോടുകൂടി പ്രത്യേകമായ അവസ്ഥയിലായി. ആ അവസ്ഥയിൽ ഹബീബായ തങ്ങളുമായി സംസാരിക്കാൻ ഭാഗ്യം ലഭിച്ചു. ആ ഭാഗ്യത്തോടെ ബഹുമാനപ്പെട്ടവരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാവുകയാണ്. ധാരാളം ഔലിയാക്കൾ നമുക്കത് കാണാം. ബഹുമാനപ്പെട്ട ഖാജ മുഈനുദ്ദീൻ ചിസ്തിയിൽ അജ്മീരി ഖദ്ദസല്ലാഹു സിർഹുൽ അസീസ് മഹാനവറുകളെ പരാമർശിക്കുന്നത് കേട്ടുകൊണ്ടാണ് ഞാൻ ഈ സദസ്സിലേക്ക് വന്നത്. അള്ളാഹു അവിടുത്തെ മദദ് നമുക്ക് നൽകുമാറാവട്ടെ. സകല പ്രയാസങ്ങൾക്കും റബ്ബ് പരിഹാരം നൽകുമാറാവട്ടെ. ഈ ഉമ്മത്തിന് മുഴുവനും അള്ളാഹു കാക്കുമാറാവട്ടെ. ബഹുമാനപ്പെട്ടവരുടെ ചരിത്രത്തിൽ കാണാം, അവിടുന്ന് ഹബീബായ തങ്ങളുടെ മദീനയിലെത്തി. മദീന ഷരീഫിൽ നിന്ന് ഹബീബായ തങ്ങൾ വിളിച്ചു. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ചാരത്തേക്ക് അടുപ്പിച്ച് കൊണ്ടുവന്നു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉദുനു എന്ന് പറഞ്ഞ് നേരെ ചാരത്തു നിർത്തിയിട്ട് ഇന്ത്യയിലേക്ക് നിങ്ങളെ നിയോഗിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞയക്കുകയാണ്. ആ നിയോഗത്തിൻ്റെ ഫലമായിട്ടാണ് ഇന്ത്യയിലേക്ക് ബഹുമാനപ്പെട്ടവർ വരുന്നത്. അവിടുത്തെ ചരിത്രം പറയാൻ ഈ സമയം ഞാൻ ഉപയോഗിക്കുന്നില്ല. ഞാൻ പറയുന്നത് സയ്യിദി അഹ്മദുൽ കബീർ ദിഫായി ഖദ്ദസല്ലാഹു സിർഹുൽ അസീസ് മഹാനവറുടെ ചരിത്രത്തിൽ നമ്മൾ വായിക്കുന്നത് എന്താണ്? ഞാൻ ചെറിയ കുട്ടിയാകുമ്പോൾ സുൽത്താനുൽ ഉലമയിൽ നിന്ന് കേട്ട ഒരു ചരിത്രമാണിത്. പിന്നീട് ഷെയ്ഖുന ഒരു 20 തവണയെങ്കിലും അത് പ്രസംഗിക്കുന്നത് ഞാൻ എൻ്റെ ചെവി കൊണ്ട് കേട്ടിട്ടുണ്ട്. ധാരാളം മഹാന്മാർ രേഖപ്പെടുത്തി വെച്ച സംഭവമാണ്. സയ്യിദി അഹ്മദുൽ കബീർ ദിഫായി ഖദ്ദസല്ലാഹു സിർഹുൽ അസീസ് തങ്ങൾ പരിശുദ്ധമായ റൗള ഷരീഫിൻ്റെ ചാരത്ത് ചെന്ന് യാ അക്രമൽ ഖുറം, ബഹുമാനപ്പെട്ടവർ പ്രിയപ്പെട്ട നബിയെ, അല്ലാഹുവിൻ്റെ ഹബീബിനെ വിളിച്ചിട്ട് ഫഹാദിഹി നൗബത്തുൻ നബിയെ, സാധാരണ എൻ്റെ ശരീരം ഞാൻ നിങ്ങളിലേക്ക് അയക്കാറുണ്ട്. ആ ശരീരം അയച്ച് ഞാൻ എൻ്റെ ആത്മാവിനെ അയക്കാറുണ്ട്. ആത്മാവിയോടെ വന്ന് തുറാബു ശരീഫ് ചുംബിച്ചു പോകാറുണ്ട്. എന്നാൽ ഇപ്പോൾ എൻ്റെ ശരീരത്തിൻ്റെ ഊഴമാണ്. ആ കൈയൊന്ന് എനിക്ക് ചുംബിക്കണം, ഒന്ന് ഉയർത്തി തരൂ എന്ന് ആ ഹബീബായ തങ്ങൾ വഫാത്തായി 500 കൊല്ലങ്ങൾക്ക് ശേഷം ഹബീബായ തങ്ങളോട് ഇസ്തിഗാസ ചെയ്യുമ്പോൾ അല്ലാഹുവിൻ്റെ ഹബീബ് അവിടുത്തെ ശറഫാക്കപ്പെട്ട യദു ഷരീഫ് വഫാത്തായി 500 കൊല്ലങ്ങൾക്ക് ശേഷം ഉയർത്തിക്കൊടുക്കുകയും ആ ഉയർത്തിക്കൊടുക്കുന്നത് ചുംബിക്കുന്നതിന് ധാരാളം ആളുകൾ സാക്ഷിയാകുകയും ഞാനത് സാക്ഷിയാണെന്ന ഷെയ്ഖ് മുഹ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർഹുൽ അസീസ് തങ്ങൾ രേഖപ്പെടുത്തുകയും ചെയ്യുകയാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, ഔലിയാക്കൾ ആ മഹാന്മാരെ ഹബീബായ തങ്ങളാണ് നിയോഗങ്ങൾ ഏൽപ്പിക്കാറുള്ളത്. ധാരാളം ഔലിയാക്കൾ നമുക്കത് കാണാം. നാവൂർ ഷെയ്ഖിലേക്ക് വരുമ്പോൾ, ബഹുമാനപ്പെട്ട അർബദി ഷുഹദാക്കളിലേക്ക് വരുമ്പോഴൊക്കെ ഈ സംഭവങ്ങൾ വായിക്കാൻ സാധിക്കും. എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, ബഹുമാനപ്പെട്ടവരുടെ ജീവിതത്തിൽ പിന്നീട് മാറ്റം വരികയാണ്. ഇബാദത്തിൽ കൂടുതൽ താല്പര്യമുണ്ടാവുകയാണ്. അല്ലാഹുവിലേക്ക് ധാരാളമായി ദിക്റുകൾ വർദ്ധിപ്പിക്കുകയാണ്. സിയാറത്തുകൾ ധാരാളമായി വർദ്ധിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതിനിടക്കാണ് കോഴിക്കോട് പട്ടണത്തിലും പരിസര പ്രദേശങ്ങളിലും നടന്നുകൊണ്ടിരുന്നൊരു മനുഷ്യനുണ്ട്. ആളുകളുടെ കാഴ്ചക്ക് അത്ര ഭംഗിയുള്ള ശരീരപ്രകൃതിയോ രൂപഭാവങ്ങളോ അല്ല. മഹാനവർകൾ ഒരു മുണ്ടെടുക്കും, ഷേട്ട് ധരിക്കാറില്ല, ഒരു പൊലിത്തോല എപ്പോഴും ശരീരത്തിലുണ്ടാവും. അങ്ങനെയുള്ളൊരു മനുഷ്യൻ, ആളുകളൊക്കെ പലപ്പോഴും അവഗണയോടുകൂടി കണ്ടിരുന്ന മനുഷ്യൻ. അദ്ദേഹത്തെ ജനങ്ങൾ വിളിക്കാറുള്ള തന്നെ പുലി മൊയ്തീൻ സാഹിബ് എന്നാണ്. കാരണം ഈ പുലിത്തോൽ അദ്ദേഹത്തിൻ്റെ കൂടെ എല്ലാ സമയത്തും ഉണ്ടാകും. ധാരാളം ഔലിയാക്കൾക്ക് ധാരാളം രൂപങ്ങളും ഭാവങ്ങളുമുണ്ട്. ഓരോരുത്തർക്കും ഓരോ ശൈലിയാണ് ഓരോരുത്തർ തിരഞ്ഞെടുക്കുക. അതൊക്കെ അവർക്കൊരു ഹിജാബാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഈ സദസ്സിലൊരു മഹാനായ വലിയുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ആരെങ്കിലും ആ മനുഷ്യനൊരു ദിക്ർ ചെല്ലാൻ സമ്മതിക്കോ? കേരളം ഇളകി മറിയൂലേ? അദ്ദേഹത്തിൻ്റെ പിറകെ നടക്കൂലേ? അദ്ദേഹത്തിനൊരു ഇടം കൊടുക്കാൻ നമ്മൾ തയ്യാറാവോ? അങ്ങനെ പ്രയാസപ്പെടുമെന്ന് കാണുമ്പോൾ അവർ മറഞ്ഞു നിൽക്കും. ചിലപ്പോഴൊക്കെ അവർ കോപ്രായങ്ങൾ കാണിക്കും. നമ്മൾ അടുക്കാതിരിക്കാൻ എന്തൊക്കെ വേണമെന്ന് അവരാലോചിക്കും. നമ്മൾ നിന്ന് അകൽച്ച കിട്ടാൻ ആവശ്യമായ സംഗതികളൊക്കെ അവർ ചെയ്യും. നമുക്കപ്പോൾ പലപ്പോഴും പല രൂപത്തിലും വിധി എഴുതേണ്ടി വരും. പക്ഷേ അവർക്ക് ആ ചെയ്യുന്നതിലൊക്കെ വലിയ സിറുകൾ ഉണ്ടാകും.
ഔലിയാക്കളിൽ പലരെയും നമുക്കങ്ങനെ കാണാൻ സാധിക്കും. ബഹുമാനപ്പെട്ട ഷെയ്ഖുന അവരുടെ പ്രിയപ്പെട്ട ഷെയ്ഖ് ബഹുമാനപ്പെട്ടവർ സുബ്ഹാനല്ലാഹ് മഹാനവരുടെ ജീവിതത്തിലേക്ക് ഒരു വലിയ വഴിത്തിരിവായി പുലിമൈദീൻ സാഹിബ് മടവൂരിലെത്തുകയാണ്. മടവൂരിൽ വന്ന് ഒന്നും സംസാരിച്ചിട്ടില്ല. നല്ല ദർസ് നടക്കുന്നു പള്ളിക്കകത്ത്. ധാരാളം ശിഷ്യന്മാർ ചുറ്റുഭാഗത്തിരുന്ന് ഇൽമു പഠിക്കുകയാണ്. ആ ഇൽമു പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ബഹുമാനപ്പെട്ടവർ വരുന്നത്. ദൂരെ നിന്ന് നോക്കി, നന്നായി ഒന്ന് നോക്കി, ഒന്നുകൂടി ശ്രദ്ധിച്ചു നോക്കി, അവ്യക്തമായ ഭാഷയിൽ എന്തൊക്കെയോ പറഞ്ഞു, തിരിച്ചങ്ങ് പോയി. എന്താണ് ഈ ചോദ്യം? എന്താണ് ഈ വരവ്? എന്താണ് ഈ നോട്ടം? അള്ളാഹുവിൻ്റെ ഔലിയാക്കളുടെ കയ്യിൽ അമാനത്തുകളാണ്. അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ കയ്യിൽ അവരുടെ മശായിഖന്മാരെ ഏൽപ്പിക്കുന്നത് വലിയ വിലപിടിപ്പുള്ള അമാനത്താണ്. ആ അമാനത്ത് സൂക്ഷിക്കാൻ കഴിയുന്നവരുടെ കയ്യിൽ മരിക്കുന്നതിൻ്റെ മുമ്പ് ഏൽപ്പിച്ചു കൊടുക്കുക എന്ന് ഭാരിച്ചൊരു ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തം നിർവഹിക്കാൻ പാടുപെടുകയാണ് ഓരോ മഹാന്മാരും. അതിനർഹതപ്പെട്ട ഒരാളെ തേടി നടക്കുകയാണ് മഹാന്മാർ. ധാരാളം മഹാന്മാരുടെ സംഭവം എനിക്കിവിടെ പറയാനുണ്ട്. തങ്ങളുപ്പാപ്പ എത്തി എന്നറിഞ്ഞതുകൊണ്ട് ഞാൻ ദീർഘിപ്പിക്കാൻ പാടില്ല. ഞാൻ പറയുന്നത് ബഹുമാനപ്പെട്ടവർ ധാരാളമായി ഔലിയാക്കളെ കൂട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ട മഹാനായ ബഹുമാനപ്പെട്ട മൊലിമൊയ്തീൻ സാഹിബ് വന്ന് ഇങ്ങനെ അന്വേഷിക്കുകയാണ്, എനിക്ക് ഏൽപ്പിക്കാൻ പറ്റിയ, എൻ്റെ അമാനത്ത് ഏറ്റെടുക്കാൻ പറ്റിയ ഒരാളെ കിട്ടുമോ? അതിന് പറ്റിയ ഒരാളെയാണെന്ന് കണ്ടപ്പോൾ ബഹുമാനപ്പെട്ടവർ തിരിച്ചുപോയി. പക്ഷേ ആ തിരിച്ചുപോക്കോടുകൂടി മനസ്സിൽ വലിയ ചിന്തകൾ വരികയാണ്. ബഹുമാനപ്പെട്ട ഇബ്രാഹിമുൽ ഖന്ദൂസി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങൾ ബഹുമാനപ്പെട്ട അഹ്മദുൽ കബീർ റിഫായി തങ്ങളിലേക്ക് പഴകിപ്പുളിച്ച ഒരു റൊട്ടിയെടുത്ത് ചവച്ച്, ആ ചവച്ച റൊട്ടിയാണ് കൊടുത്തത്. അതങ്ങ് കഴിച്ചതോടെയാണ് അദ്ദേഹത്തിൻ്റെ മനസ്സിന് മാറ്റം വരാൻ തുടങ്ങിയത്. ജീവിതത്തിൽ വലിയ പരിവർത്തനങ്ങൾ ഉണ്ടായത്. ജീവിതത്തിൻ്റെ ലക്ഷ്യമെന്ത് എന്ന് ചിന്തിക്കാൻ തുടങ്ങിയത്. ഇതുപോലൊരു നോട്ടം വേണ്ടതുപോലെ നോക്കിയാൽ മതിയല്ലോ, കിട്ടേണ്ടവർക്ക് കിട്ടും. ബഹുമാനപ്പെട്ടവർക്ക് പിന്നെ പുലിമൊയ്തീൻ സാഹിബിനെ കാണണം. ഇറങ്ങി പുറപ്പെടുകയാണ്. പുലിമൊയ്തീൻ സാഹിബുമായി ധാരാളമായി ബഹുമാനപ്പെട്ടവർ പരിചയപ്പെടാൻ വേണ്ടി അന്വേഷിക്കുകയാണ്. അവസാനം രണ്ടും കൽപ്പിച്ചിറങ്ങിയപ്പോൾ കോഴിക്കോട് സിറ്റിയിൽ വെച്ച് കണ്ടുമുട്ടുന്നു. വളരെ കുറഞ്ഞ സമയം മാത്രമേ ആ കാഴ്ച തുടർന്നിട്ടുള്ളൂ. പെട്ടെന്ന് ബഹുമാനപ്പെട്ടവർ തിരിച്ചു വന്നു. പക്ഷേ ആ തിരിച്ചു വരവോടുകൂടി തൻ്റെ ദർസിലുള്ള താല്പര്യം, ആ താല്പര്യത്തെക്കാളേറെ ഹൃദയത്തിൽ മറ്റു ചില ചിന്തകൾ കടന്നു വരികയാണ്. എൻ്റെ ജീവിതത്തിന് എന്തൊക്കെയോ മാറ്റങ്ങൾ വരുന്നതായി ബഹുമാനപ്പെട്ടവർക്ക് മനസ്സിലാവുകയാണ്. ബഹുമാനപ്പെട്ടവർ അവിടുന്ന് നേരെ തിരിച്ചു വരുന്നത്, ബഹുമാനപ്പെട്ടവർ നേരെ വന്ന് പള്ളിയിൽ വീണ്ടും ദർസ് ആരംഭിക്കുന്നു. ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞു. ബഹുമാനപ്പെട്ട തങ്ങളവர்கள் അല്ലാഹു റബ്ബുൽ അസ്സത്ത് നമ്മുടെ സയ്യിദന്മാർക്കും ആലിമീങ്ങൾക്കും ദീർഘായുസ്സും ആഫിയത്തും നൽകുമാറാവട്ടെ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. ഒന്ന് മുന്നിലേക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഒന്ന് എണീറ്റിട്ട് മുന്നിലെ കസേര ഒന്ന് ഫില്ല് ചെയ്യും. ബാക്കിലെ ആളുകൾ നിൽക്കണം. ഒന്ന് എണീക്ക്. അൽഹംദുലില്ലാ. എല്ലാവരും ഒന്ന് എണീക്ക്. എല്ലാവരും ഒന്ന് എണീറ്റോളൂ. സ്വലാത്തുൻ അലാ നൂരിൽ വജൂദി വ ആലിഹി വ സ്വഹാബി ബദരിൻ തുമ്മ കുല്ലി സ്വഹാബത്തി. മുന്നിലെ കസേല ഫില്ല് ചെയ്തിട്ടിരിക്കുക. ബാക്കിലുള്ളവർ റോട്ടിലൊക്കെ ആളുകൾ നിൽക്കുകയാണ്. നിങ്ങൾ ശ്രദ്ധിക്കാത്തതിൻ്റെ പേരിൽ ആ ആളുകൾക്ക് ഇരിക്കാൻ കഴിയില്ല. എന്താ അപ്പം എന്നാലും പിന്നിലേ ഇരിക്കുള്ളൂ എന്ന് തീരുമാനിച്ച മോനെ അവിടെയുള്ള ആളുകൾക്കാണ് പോരി. ഈ കസേല ഇവിടെ ഫില്ല് ചെയ്തിട്ടിരിക്കും. ബാക്കിയുള്ളവരും മുന്നോട്ട് പോരി. വേഗം പോരി. ഈ സാധനം ഇവിടെ ഇല്ലെങ്കിൽ ഞാൻ അതിനൊക്കെ പറച്ചിൽ പറയും. ഞാൻ നിർത്തുകയാണ്. ബഹുമാനപ്പെട്ട CM വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് പുലിമൊയ്തീൻ സാഹിബുമായി കണ്ടുമുട്ടി. ആദ്യത്തെ തവണ കണ്ടു, രണ്ടാമത്തെ തവണ കണ്ടു. ഞാൻ വളരെ ചുരുക്കാം. രണ്ടാമത്തെ തവണ കാഴ്ച കുറച്ച് നീണ്ടുപോയി. മൂന്നാമത്തെ തവണ കണ്ടുമുട്ടിയപ്പോൾ അല്പം കൂടി നീണ്ടുപോയി. അതോടുകൂടി ബഹുമാനപ്പെട്ടവർ നേരെ വന്നു. നേരെ വന്നിട്ട് ബഹുമാനപ്പെട്ടവർ ചെയ്യുന്നത്, ഏറ്റവും കൂടുതൽ ഓതിപ്പടിക്കുന്ന മുത്തഅല്ലിമീങ്ങൾ നോക്കി അവരൊക്കെ മറ്റു ദർസുകളിലേക്ക് പോകാൻ വേണ്ടി പറഞ്ഞു.
ഹവമാമു താലിമ്യങ്ങൾ ചിന്തിച്ചു, പഠിച്ചവനെ എന്ത് കുരുത്തക്കേടാണ് ഞങ്ങളുടെ കയ്യിൽ സംഭവിച്ചത്, എന്താണ് ഞങ്ങൾ ചെയ്തത്, ബേജാറിലാണ്. ഷെയ്ഖുനയുടെ പ്രശ്നം അതല്ല. ഷെയ്ഖുനാക്കറിയാം ഞാൻ ഇനി പുതിയൊരു ജീവിതത്തിലേക്ക് കാൽ വെക്കുകയാണ്, എനിക്കൊരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്, വലിയ ദൗത്യങ്ങൾ എനിക്ക് നിർവഹിക്കാനുണ്ട്. എന്നെപ്പോലെയുള്ള മറ്റു മുദരിസുമാർക്ക് ചെയ്യാൻ കഴിയാത്ത പലതും ചെയ്യാൻ ബാധ്യതപ്പെട്ടു വരികയാണ് ഞാൻ. അതുകൊണ്ട് ഞാൻ തീർച്ചയായും ഈ ദർസ് രണ്ടും കൂടി ഒരുമിച്ച് കൊണ്ടുപോയാൽ ഈ മുത്തഅല്ലിമീങ്ങളുടെ സമയമാണ് നഷ്ടപ്പെടുക. അതുകൊണ്ട് ഏറ്റവും പഠിക്കുന്ന മുത്തഅല്ലിമിന് ഒരു ദിവസം നഷ്ടപ്പെട്ടാൽ അത് വലിയ നഷ്ടമാണല്ലോ. എന്നെ കൊണ്ടൊരു മുത്തഅല്ലിമിൻ്റെ ദിവസം സമയം നഷ്ടപ്പെട്ടുകൂടാ. അള്ളാഹുവിനെ പേടിച്ചിട്ട് തൻ്റെ ശിഷ്യന്മാരിൽ നിന്ന് എല്ലാവരെയും ഇങ്ങനെ ഒഴിവാക്കാൻ തുടങ്ങി. എല്ലാവരെയും ഒഴിവാക്കി ഒരു കുട്ടി മാത്രമാണ് ബാക്കിയായി വന്നത്. പക്ഷേ അവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയമുണ്ട്. മടവൂർ മഹല്ലിൽ ഒരാൾ പോലും, ഒരൊറ്റ കുട്ടി പോലും എന്താണ് ഉസ്താദേ നിങ്ങൾ ചെയ്യുന്നത്, നിങ്ങൾ ഈ പള്ളിയിൽ മുദരിസായി വന്നതല്ലേ, ഈ പള്ളിയിൽ നല്ലൊരു ദർസ് നടക്കേണ്ടതല്ലേ, നിങ്ങൾ ഈ കുട്ടികളെ മുഴുവനും പിരിച്ചുവിട്ടാൽ പിന്നെ ഈ പള്ളിയുടെ അവസ്ഥ എന്താകും, നമ്മളെ ദർസിൻ്റെ അവസ്ഥ എന്താകുമെന്ന് ഒരു കുട്ടി പോലും ചോദിക്കാൻ ധൈര്യപ്പെട്ടില്ല. എന്തേ കാരണം? ഉപ്പാപ്പ ജനിച്ചത് മടവൂരാണ്, ഉപ്പാപ്പ ജീവിച്ചത് മടവൂരാണ്, ഉപ്പാപ്പ ഇൽമു പഠിച്ചത് മടവൂരിലാണ്. ഉപ്പാപ്പയുടെ ജീവിതം പച്ചയായി കണ്ട് അനുഭവിച്ച ഒരാൾക്കറിയാം ബഹുമാനപ്പെട്ട മടവൂർ പാപ്പയിൽ നിന്ന് എന്തെങ്കിലും വരുന്നുണ്ടെങ്കിൽ അതിന് കൃത്യമായ ചില സിറുകൾ ഉണ്ടാകും. ഞങ്ങളെപ്പോലെയല്ല ആ കുട്ടി ജനിച്ചത്, ഞങ്ങളെപ്പോലെയല്ല ആ കുട്ടി ജീവിച്ചത്, ഞങ്ങളെപ്പോലെയല്ല ആ കുട്ടി വളർന്നു വന്നത്, ഞങ്ങളെപ്പോലെയല്ല ആ കുട്ടി വലുതായത്. ഈ കുട്ടിയുടെ ജീവിതത്തിൽ തുടക്കം മുതലേ കണ്ടുവരുന്ന വ്യത്യസ്തതകൾ മുന്നിൽ വെച്ച് ബഹുമാനപ്പെട്ടവരോടത് ചോദിക്കാൻ മടവൂർ മഹലിലെ ഒരു കുട്ടിക്കും ധൈര്യം വന്നില്ല.